പുൽവാമ ഭീകരാക്രമണത്തിൽ മരിച്ച CRPF ജവാന്മാരുടെ വീരമൃത്യു കോൺഗ്രസിന് വെറും അപകടം മാത്രമാണോ എന്നാണ് ഉയരുന്ന ചോദ്യം. കോൺഗ്രസിന്റെ നേതാവ് ദിഗ്വിജയ് സിംഗ് ആണ് ഇത്തരത്തിൽ പുൽവാമയെ നിസാരവൽക്കരിച്ചുകൊണ്ട് പരാമർശം ഉന്നയിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ 40 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ച ഭീകരാക്രമണത്തെ അപകടം എന്ന് വിശേഷിപ്പിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് രംഗത്തെത്തിയിരിക്കുന്നു. ബാലാകോട്ടിൽ ഇന്ത്യ നടത്ത വ്യോമാക്രമണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ട് രാജ്യാന്തര മാധ്യമങ്ങളടക്കം ഉയർത്തിയ സംശയങ്ങൾ അവസാനിപ്പിക്കണമെന്നും ദിഗ്വിജയ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടു. ആരാണ് നുണ പറയുന്നത് എന്നറിയാൻ ബാലക്കോട്ട് ആക്രമണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി സംസാരിക്കണം. ഇങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച് ട്വിറ്ററിൽ 40 ജവാന്മാർ വീരമൃത്യു വരിച്ച പുൽവാമ ഭീകരാക്രമണത്തെ അപകടം എന്ന് വിളിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്. നമ്മുടെ സൈനിക ഫോഴ്സുകളിൽ പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. നമ്മളെ സംരക്ഷിക്കാനായി കുടുംബം വിട്ട് ആർമിയിലായിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെയും അടുത്ത ബന്ധുക്കളെയും കണ്ടിട്ടുണ്ട്. എന്തായാലും പുൽവാമ അപകടത്തിന് ശേഷം വ്യോമസേന തിരിച്ചടി നൽകി. എന്നാൽ ചില വിദേശ മാധ്യമങ്ങൾ അതിൽ സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയുടെ സർക്കാരിന്റെ വിശ്വസനീയതയെ ചോദ്യം ചെയ്യുന്നതാണെന്നും ദിഗ്വിജയ് സിംഗ് കുറിച്ചു. BJP അധ്യക്ഷൻ അമിത്ഷാ, UP മുഖ്യൻ യോഗി ആദിത്യനാഥ്, കേന്ദ്രമന്ത്രി SS ആലുവാലിയ എന്നിവർ ബാലക്കോട്ടിൽ എത്ര ഭീകരരെ വധിച്ചുവെന്ന് പറഞ്ഞതിൽ വിശദീകരണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അമിത്ഷാ 250 പേർ കൊല്ലപ്പെട്ടെന്നാണ് പറഞ്ഞപ്പോൾ ആദിത്യനാഥ് 400 എന്നാണ് പറഞ്ഞത്. ആരാണ് നുണ പറയുന്നതെന്ന് രാജ്യത്തിന് അറിയണം. ബാലക്കോട്ട് വ്യോമാക്രമണത്തെ മോദിയും മന്ത്രിമാരും അവരുടെ വിജയമാക്കി മാറ്റിയെന്നും സേനയെ അപമാനിച്ചുവെന്നും ദിഗ്വിജയ് സിംഗ് പറഞ്ഞു. ദിഗ്വിജയ് സിംഗിന്റെ ഈ പരാമർശം വിവാദമായ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. പുൽവാമ ഭീകരാക്രമണത്തെ അഭിനന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയരുന്ന മുറവിളികൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.